ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു മോർണിംഗ് റുട്ടീനായിട്ടാണ് വന്നത്. കുറച്ച് മീൻ കിട്ടി, അപ്പോൾ അതിൻ്റെ ഒരു പ്രഹസനം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നല്ല കിളിമീനാണ് കിട്ടിയത്. ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഹസ്ബൻഡിന് ഹാർബറിലാണ് ജോലി. ഇപ്പോൾ മൂപ്പര് രാവിലെ പോയിട്ട് വരുമ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ പിന്നെ മക്കളെ രാവിലത്തെ കുറച്ച് കളികളും കാര്യങ്ങളും കുറച്ച് പൂവൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാവിലെ എണീച്ച് മക്കൾ എണീക്കുമ്പോൾ നല്ല മോളും മോനൊക്കെ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി രാവിലത്തെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇത്തിരി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഫ്രൈ ആക്കി വന്നപ്പോഴേക്കും മോളെ എണീച്ചിനി. പിന്നെ മോളെ മാറ്റിച്ചൊക്കെ കൊടുത്ത് അവൾക്ക് തിന്നാനൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പൂ പറിക്കണമായിരുന്നു. ഓൾക്കിപ്പോൾ ക്ലാസ്സിൽ ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പൂ പറിക്കാൻ പോകാമെന്ന്. അപ്പോഴേക്ക് പിന്നെ മോൻ എണീച്ചിരുന്നു. അപ്പോൾ ഓനായിട്ടാണ് ഞാൻ പോയത്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്മൂമ്മയാണ്. മോനെ ഭയങ്കര ഇഷ്ടമാണ്. മോനെ എന്നെയൊക്കെ ഭയങ്കര കാര്യം. ആൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ആ ചേച്ചി ഒരു വർഷമായി മരിച്ചിട്ട്. അപ്പോൾ ആളിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവിടെ. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല പൂക്കളൊക്കെ ഉണ്ട്. ചെമ്പരത്തി, പിന്നെന്താ ഹനുമാൻ കിരീടം എന്നാണ് അവിടെ ഒരു നല്ല രസമുള്ളൊരു പൂവുണ്ട്. അതിന് ഹനുമാൻ കിരീടം എന്നാണ് പറയുക. പിന്നെ ശംഖുപുഷ്പം, വേറൊരു വെള്ളപ്പൂവുണ്ടായിരുന്നു. ആ പൂവ് ഏതാണെന്നുള്ള എനിക്കറിയില്ല. അതിൻ്റെ പേരെനിക്ക് ചോദിക്കാനും മറന്നു. അപ്പോൾ ഞാൻ പൂ പറിക്കാനൊക്കെ പോയപ്പോൾ അത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ മോനും ഫോണും ഒക്കെ കൂടി ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ നിന്നോ, ഞാൻ എനിക്ക് വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആളെന്നെ പൂവൊക്കെ എടുത്ത് എനിക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചൊക്കെ തന്നു. നാല് തരം പൂവ് കിട്ടി. അതിലൊരു പൂവിൻ്റെ പേര് എനിക്കറിയില്ല. ഒന്ന് ചെമ്പരത്തി, പിന്നെ ഈ പറിക്കുന്നതാണ് ഹനുമാൻ കിരീടം എന്ന് പറഞ്ഞിട്ടുള്ള ആ പൂവ്. അത് പറിച്ച് വന്നപ്പോൾ ആളാദ്യം എവിടെയൊക്കെയോ ആദ്യകാലത്തൊക്കെ ഓരോരോ വീടുകളിലൊക്കെ പണിക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ ഏതൊരു ഹിന്ദിക്കാരൻ സേട്ടുൻ്റെ വീട്ടിലെത്തി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ പൂവുണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് അതിന് ഹനുമാൻ കിരീടം എന്നാണ് പേര്. പക്ഷേ ഹിന്ദിയിൽ എന്തോ ഒരു പേര് പറഞ്ഞു, ലോഡക്കോ എന്തോ ഒരു പേര് പറഞ്ഞു. അതേതാണെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ അതങ്ങനെ പറിക്കാൻ പറ്റില്ല എന്നിട്ട് ജസ്റ്റ് അതിൽ നിന്ന് ഇങ്ങനെ നുള്ളി എടുത്ത് തന്ന് കുറച്ച് മോൻ്റെ കയ്യിലും കൊടുത്ത് പിന്നെ അത് കൊലായിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഞാനും മോളൂടി ഞാനത് കവറിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ പിന്നെ മോള് കവറൊക്കെ ആയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മച്ചിയെ ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഓളിട്ടോട്ടെ, എന്നാൽ പിന്നെ ഓരോ പൂവിൻ്റെയും പേരൊക്കെ പറഞ്ഞിട്ട് ഇടാമല്ലോ, അതാകുമ്പോൾ ഓൾക്കും മനസ്സിലാവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു, ഈ വെള്ളപ്പൂവിൻ്റെ പേരെന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഉമ്മച്ചിക്ക് അറിയില്ല, ബാക്കിയുള്ള എനിക്ക് അറിയാവുന്ന പൂവിൻ്റെ എല്ലാം പേര് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ പിന്നെ ഓരോരോ പൂക്കളായിട്ട് ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് ആൾ പറഞ്ഞ് കവറിലിടുകയാണ്. അതാണ് ഇത്ര സ്ലോ മോഷനിൽ കേട്ടോ. ആൾക്ക് ഭയങ്കര അങ്ങനെ കവറിലൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കൂടി. അപ്പോഴൊക്കെ മോൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഓനിങ്ങനെ കുറേ താഴെ ഇറങ്ങാനും ഓളെ കയ്യിൽ നിന്ന് ആ കവർ മേടിക്കാനും ആ പൂവൊക്കെ ഒന്ന് റെഡിയാക്കണം. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പൂവിൻ്റെ ഒക്കെ ജീവിതം തീരും. അങ്ങനെയാണ് ഓൻ്റെ കഥ. ഓൻ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ അവനെ താഴെ ഇറക്കിയില്ല. അപ്പോൾ പിന്നെ ഓരോരോ പൂക്കളൊക്കെ ആയിട്ട് ആൾ കവറിലെടുത്തിട്ട് ചെമ്പരത്തി കവറിലിട്ട് ലാസ്റ്റത്തെ പൂവിൻ്റെ പേരൊന്നും ആൾക്ക് കിട്ടുന്നില്ല. ഇനി ശംഖുപുഷ്പം എന്നൊക്കെ ഉള്ളത് വേറെ എന്തൊക്കെയോ പറയുന്നത്. വെള്ളപ്പൂവിൻ്റെ പേര് പിന്നെ എനിക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വെള്ള റോസാപ്പൂവാണിത്. അപ്പോൾ എന്നോട് ചോദിച്ചു, വെള്ള റോസാപ്പൂവ് ഉണ്ടാവും ഉമ്മച്ചിയെ? റോസാപ്പൂവിന് റോസ് കളറല്ലേ ഉണ്ടാവാന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പൂവൊക്കെ കവറിലാക്കി. പിന്നെ ലാസ്റ്റ് ടച്ചപ്പാണത്. ഇറങ്ങാൻ നേരത്താണ് പിന്നെ ഇപ്പം വന്നത്. ഇപ്പോൾ രാവിലെ നേരത്തെ പോയി, 6 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് ആളൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോഴാണ് മീനൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ പൂവിൻ്റെ കവർ ഞാൻ പിടിച്ചോളാറിട്ടുള്ള വാശിയിനി അത്. അപ്പോൾ പിന്നെ ഇപ്പയും മോളും കൂടി പൂവിൻ്റെ കവർ ഓളും കൈ പിടിച്ച് ഇപ്പയും മോളും കൂടി അങ്ങനെ പോവാണ്. ഓട്ടോ വരാൻ ടൈമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ രണ്ടാളോടി പോകാൻ മറ്റാളെൻ്റെ ഞാനെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ടാറ്റൊക്കെ കൊടുക്കുമ്പോഴാണ് അവർ രണ്ടാളും തിരിഞ്ഞ് നോക്കി നിൽക്കുന്നത്. ഞാനും ഓന് നിൽക്കുന്നതാണത്. അപ്പോഴേക്ക് പിന്നെ ആൾ മീൻ കൊണ്ടുവന്ന മീനൊക്കെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കി കുറച്ച് നേരം കണ്ണ് നിറച്ച് കണ്ടു. കാരണം ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് കുറേ ആയിട്ട് ഈ മീനൊന്നും കാണലേ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഓനവിടെ, അപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഓളെ കൊണ്ടാക്കി വന്നപ്പോൾ മോനെ മൂപ്പരെ കൈ കൊടുത്ത് ചപ്പാത്തി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. ആൾക്ക് പിന്നെ മീൻ കൊണ്ടുവന്നാൽ അപ്പം തന്നെ നല്ല ഫ്രഷായിട്ട് പൊരിച്ച് കിട്ടണം. അത് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഒക്കെ അങ്ങനെ തന്നെ.
പിന്നെ മീനൊക്കെ നല്ല ഫ്രഷായിട്ട് പൊരിച്ച് ചിക്കൻ ഫ്രൈയും മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട്